ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ബാംഗ്ലൂർ റോഡിലാണ് നിൽക്കുന്നത്. ഇത് എവിടെയാണ് എന്താണെന്നൊക്കെ ഞാൻ നിങ്ങളെ വഴിയെ പറഞ്ഞു തരാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ളൊരു ബെൽ ബട്ടൺ ഞെക്കുമ്പോൾ പുതിയൊരു വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങൾ ആ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ഇൻട്രോയിൽ കണ്ട പോലെ തന്നെ അടിപൊളി സ്ഥലവും സ്പേസും ഒക്കെയാണ്. അപ്പോൾ ഭയങ്കര മഴയും കാര്യങ്ങളും ഒക്കെയാണ്. ഇനി അവിടെ ചെന്നിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുമോയെന്നൊന്നും അറിയത്തില്ല. എന്തായാലും പോകാം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ്. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. ആരും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെയൊക്കെ ഓരോ സപ്പോർട്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം നമ്മൾ ആ സ്ഥലത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നൊക്കെ ഞാൻ നിങ്ങളോട് പറയാം. ഇതിപ്പോൾ ആ ഒരു സ്ഥലത്തെത്തിയിരിക്കുന്നു ഞങ്ങൾ. ഇത് പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള പഞ്ചായത്ത് നീർവിളാകം എന്ന സ്ഥലത്താണ് ഈ ബാംഗ്ലൂർ റോഡ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. പിന്നെ ആലപ്പുഴയിലും പത്തനംതിട്ട ജില്ലയിലെയും ബോർഡറായിട്ടാണ് ഈ ഒരു സ്ഥലം വരുന്നത് തന്നെ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ രണ്ട് സൈഡിലും മരങ്ങൾ തന്നെയാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇതിൻ്റെ രണ്ട് സൈഡിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു പ്രത്യേക അനുഭവമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇരിക്കാൻ വേണ്ടി നിരവധി ചാരു കസേരകളും അതായത് ഊഞ്ഞാലുകളും ഒക്കെ അവരവിടെ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സ്ഥലം മാത്രമല്ല, വേറൊരു സൈഡും കൂടെ ഉണ്ട്. ഇപ്പം ഇവിടെ ആണെങ്കിലും അടിപൊളി വ്യൂവും കാര്യങ്ങളും ഒക്കെയാണ്. എനിക്ക് തോന്നുന്നു ഞങ്ങൾ വന്നത് വൈകുന്നേരമാണ്. രാവിലെ വരുവാണെങ്കിൽ ഇതിലും മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ്. എന്ന് വെച്ചാൽ നല്ല പോലെ മൂടൽ മഞ്ഞും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പം നമ്മൾ ഫോട്ടോ എടുക്കാനും ഒക്കെ ഒരു അവസരം നമുക്കുണ്ട്. അതുമാത്രമല്ല, ഒരുപാട് ഫോട്ടോഷൂട്ടും ഇപ്പോൾ സീരിയൽ സിനിമയുടെ ഒക്കെ ഷൂട്ടിംഗ് ലൊക്കേഷൻ നടക്കുന്ന ഒരു സ്ഥലമാണിവിടെ. ഇവിടെ ഇപ്പം കണ്ടോ, ഇവിടെ കുറേ പേര് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് മാത്രമല്ല, വേറൊരു സ്ഥലവും കൂടെ ഉണ്ടാകും. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വഴിയേ അതെവിടെയാണെന്നുള്ളത്. എനിക്ക് വന്നതിലും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്പോട്ടാണ് കേട്ടോ. അടിപൊളിയാണ്. അപ്പം നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനും അങ്ങനെയൊക്കെ ഫോട്ടോ എടുക്കാനൊക്കെ നല്ല രസമുള്ള ഒരു സ്ഥലമാണ്. അപ്പം ഇത് വൈകുന്നേരമല്ല, രാവിലെ വരുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. നീണ്ടു നിവർന്ന് കിടക്കുന്ന ഈ റോഡിലൂടെ വാഗമരങ്ങൾ നിറഞ്ഞു നിൽപ്പുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. പക്ഷേ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയാൻ ഈ ഒരു വാഗമരം പൂത്തു വരുന്ന സമയമുണ്ടല്ലോ, ഈ സമയത്ത് റോഡിൽ നിറച്ച് മഞ്ഞ വിരിച്ച പോലുള്ള ഒരു വാഗമര പൂക്കളായിരിക്കും.
പൊഴിഞ്ഞു വീണ് കിടക്കുന്ന കാണാം. പക്ഷേ അത് നല്ല ഭംഗിയായിരിക്കും കിടക്കുന്ന കാണാനായിട്ട്. അപ്പോൾ ഈ ബാംഗ്ലൂർ റോഡിൽ ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ തരംഗമായിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇത്. അപ്പം ഞാൻ നിങ്ങളെ ഓർത്തൊന്നും കാണിച്ചു തരാമെന്ന് മാത്രമേ ഞാൻ കരുതിയുള്ളൂ. അപ്പം അതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ ജില്ലകളിൽ അകത്തു നിന്നും പുറത്തു നിന്നും ഒരുപാട് ആൾക്കാർ ഈ ഒരു സമയത്ത് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ഊഞ്ഞാലിൽ ആടാനായിട്ട് ഞാൻ കുറേ ടൈം നോക്കി നിന്നു. കാരണം ഒത്തിരി ആൾക്കാർ ഇങ്ങനെ വന്നു പോയി അതിൽ ആടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാനിങ്ങനെ ചേട്ടനോട് ഇങ്ങനെ പറഞ്ഞു എനിക്കും ആ ഊഞ്ഞാലിൽ ആടണമെന്ന് പറഞ്ഞപ്പം കുറേ പേര് വന്ന് ഇരുന്ന് പോയി. പിന്നെ ഞങ്ങൾക്ക് അവസാനം അങ്ങനെ അപ്പം നമ്മൾ നല്ല അടിപൊളിയുള്ള ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പം എൻ്റെ കൂടെ ചേട്ടനുണ്ട്. എന്തോ കേട്ടില്ല, എന്താ പറഞ്ഞേ? എന്തോ പറഞ്ഞു ചേട്ടാ. ഈ സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടു ചേട്ടാ? അടിപൊളി. ഈ ബാംഗ്ലൂർ റോഡെന്ന് എഴുതിയെടുത്ത് ഇരുന്ന് ഫോട്ടോ എടുക്കാനായിട്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അവർ മാറിയിട്ട് വേണം നമ്മൾക്ക് ഫോട്ടോ എടുക്കാൻ. അങ്ങനെ കുറച്ച് ഫോട്ടോയും കാര്യമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇച്ചുമോൻ എൻ്റെ കയ്യിൽ വന്ന് ഞാൻ അവനോട് കുറച്ച് നേരമൊക്കെ ഊഞ്ഞാലാടി. അവൻ ഹാപ്പിയായി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോവുകയാണ്. അപ്പം ഇവിടെ അതുമാത്രമല്ല, ഇവിടെ പ്ലാസ്റ്റിക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിരോധിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ് ഈ വീഡിയോ. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ഞങ്ങളൊരു കടയിലൊക്കെ പോയി ഫുഡൊക്കെ കഴിക്കാമെന്നൊക്കെ പ്ലാൻ ചെയ്തു. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. എൻ്റെ വീഡിയോ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം അടുത്തൊരു വീഡിയോ ഒരു വ്ളോഗുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. ഇപ്പോഴെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെൽ ബട്ടൺ ഞെക്കുമ്പോൾ പുതിയൊരു വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ബൈ ഗൈസ്.